സിന്ധു സതീശൻ. വേടൻ എന്ന റാപ്പർ ഗായകൻ നവോത്ഥാന കേരളത്തിൻ്റെ ജാതി മേൽക്കോയ്മയ്ക്കെതിരെ പടപൊരുതുന്ന ഒരു പടവാളാണ് എന്നാണ് കേരളത്തിലെ കമ്മികളും ജിഹാദികളും കോങ്ങികളും സൂഡാപ്പികളും ഒക്കെ പറയുന്നത്. കേരളത്തിലെ ജാതീയ തരംതിരിവിനെതിരെ, ജാതീയ അസമത്വത്തിനെതിരെ, ജാതീയ ഉച്ചനീചത്വത്തിനെതിരെ പടപൊരുത്തുന്ന വേടൻ. അപ്പോഴാണ് ഈ പ്രബുദ്ധ മലയാളികളോട് അല്ലെങ്കിൽ സാംസ്കാരിക നായകരോടൊക്കെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നത്. നമ്മുടെ കേരളം സ്ഥാപിതമായത് 1956 നവംബർ 1-നാണ്. അന്ന് തൊട്ട് ഇന്നേ വരേക്കും ജാതീയമായ അസമത്വത്തെ പറഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കേരളം ഭരിക്കാൻ തുടങ്ങിയത്, ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി ഭരിക്കാൻ പോകുന്നത്. പിന്നെ പുട്ടിന് തേങ്ങാപ്പീര് എന്ന പോലെ കുറച്ച് മുസ്ലിം പ്രീണനം, കുറച്ച് സംഘപരിവാർ ഹിന്ദുത്വ വിദ്വേഷം കൂടി ചേർത്തിട്ടുണ്ട് ഈ ഭരണം കൈയാളാൻ വേണ്ടിയിട്ട്. ജാതീയമായ തരംതിരിവിനെയും അടിമത്തത്തെയും വലിച്ചെറിയും, ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയല്ലേ കമ്മ്യൂണിസ്റ്റുകാർ കേരളം ഭരിക്കാൻ തുടങ്ങിയത്. ജാതീയതയുടെ പേരും പറഞ്ഞുകൊണ്ട് തന്നെയല്ലേ കോൺഗ്രസും കേരളം ഭരിക്കുന്നത്. എന്നിട്ട് ഈ കാലം അത്രയും കേരളം ഇടതിനും വലതിനും ഭരിച്ചിട്ടും ജാതീയതയ്ക്ക് ഒരു മാറ്റവുമില്ലേ? ജാതിപരമായ അസമത്വത്തിന് ഒരു മാറ്റവും ഇല്ലേ? ജാതീയമായ തരംതിരിവും അസമത്വവും നിങ്ങൾക്ക് തുടച്ചു നീക്കാൻ പറ്റിയില്ലേ? ഇത്രയും നാളും കേരളം മാറി മാറി ഭരിച്ചിട്ടും നിങ്ങൾക്ക് ഈ ജാതീയ തരംതിരിവ്, ജാതീയമായ അസമത്വം മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി എന്നാണ് നിങ്ങൾക്ക് കേരളത്തിൽ ഈ ജാതീയമായ അസമത്വം തുടച്ചു നീക്കാൻ പറ്റുന്നത്? കേരളത്തിൽ ഇന്നും ജാതീയമായ അസമത്വം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരുമാണ്, അല്ലാതെ സംഘപരിവാറല്ല. കാരണം സംഘപരിവാറുകാരോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്കാരോ തമ്പുരാക്കന്മാരോ അല്ല ജാതിയുടെ പേരും പറഞ്ഞ് നിങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങി ഭരണത്തിൽ വരുന്നത്. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അവരാണ് കേരളത്തിലെ ജാതിയെ തുടച്ചു മാറ്റേണ്ട ആൾ. അവരാണ് കേരളത്തിൽ ജാതീയ അസമത്വം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അവരാണ് ഇതിനുള്ള ഉത്തരവാദികൾ, അല്ലാതെ സംഘപരിവാറല്ല. നിങ്ങൾക്കിടയിൽ വന്ന് ജാതീയതയുടെ പേരും പറഞ്ഞ് തന്നെയാണ് ഓരോ 5 വർഷവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും മാറി മാറി ഭരിക്കുന്നത്. അപ്പോൾ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വമാണ് കേരളത്തിലെ ജാതീയത ഇല്ലാതാക്കുക എന്നുള്ളത്. നിങ്ങൾ അവരോടാണ് പറയേണ്ടത് കേരളത്തിൽ ജാതീയത ഉണ്ട് എന്നും ജാതീയപരമായ അസമത്വം നിലനിൽക്കുന്നുണ്ടെന്നും അത് മാറ്റണമെന്നും. അല്ലാതെ സംഘപരിവാറിൻ്റെ മേൽ പഴിചാരിയിട്ട് എന്ത് കാര്യം? സംഘപരിവാറല്ലല്ലോ കേരളം ഭരിക്കുന്നത്. റാപ്പർ ഗായകനായ വേടൻ സംഘപരിവാറിനെതിരെ ചൊറിഞ്ഞു വരുന്നതിനേക്കാൾ ഉചിതം കമ്മ്യൂണിസ്റ്റുകാരനോടും കോൺഗ്രസ്സുകാരനോടും പറയാം. നിന്റെ ഓരോ റാപ്പ് സംഗീതത്തിലും അവരോടാണ് ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ അസമത്വം നിലനിൽക്കുന്നതെന്ന്. പിന്നെ ഈ റാപ്പർ ഗായകനായ വേടൻ വിശുദ്ധനാണ് എന്ന് കമ്മികളും കൊങ്ങുകളും സൂഡാപ്പികളും വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. എന്നാൽ മീറ്റു ആരോപണത്തിൽ ലൈംഗിക ആരോപണ വിധേയനാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി. അയാൾ ലൈംഗിക വൈകൃതത്തിന് ഉടമയാണ് എന്നാണ് അതിജീവിതം വിളിച്ചു പറഞ്ഞത്. കൂടാതെ ഇപ്പോൾ കഞ്ചാവ് കേസിന് പ്രതിയാണ്. പോലീസ് കയ്യോടെ തെളിവോടുകൂടിയാണ് വേടനെ പിടികൂടുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. വേടൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ തെറ്റുപറ്റി, ഞാൻ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാമെന്ന്. അങ്ങനെയുള്ള ആളാണ് ഇവർക്കൊക്കെ വിശുദ്ധനായി തീരുന്നത്. കലികാലം, അല്ലാതെ എന്ത് പറയാൻ. ഈ ഒരു കാര്യത്തിൽ ശശികല ടീച്ചർ അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഞ്ചാവ് ഓളിയെന്ന്. കഞ്ചാവ് ഓളിയെ വിളിക്കുന്നതിൽ എന്താണ് തെറ്റ്? കഞ്ചാവ് വലിക്കുന്നവനെ കഞ്ചാവ് ഓളി എന്ന് തന്നെ വിളിക്കണം, അല്ലാണ്ട് വേറെന്ത് വിളിക്കും? ഈ കഞ്ചാവ് വലിക്കുന്നതിനെ കഞ്ചാവ് ഓളി എന്നല്ലാണ്ട് അമൃതോളി എന്ന് വിളിക്കാണ്ട് പറ്റുമോ? ഇല്ല. അമൃതം കഴിക്കുന്നവരാണ് അമൃതോളി, കഞ്ചാവ് വലിക്കുന്നവർ കഞ്ചാവ് ഓളി തന്നെയാണ് കഞ്ചാവ് ഓളി. പിന്നെ ചില മത സംഘടനകളുടെ നേതാവ് പറഞ്ഞു ശശികല ടീച്ചർ മാപ്പ് പറയണം, കാരണം വേടൻ്റെ മാതാവിനെ പറഞ്ഞു. സാധാരണ രീതിയിൽ തായ് എന്ന് പറഞ്ഞാൽ മാതാവ് എന്നാണ് അർത്ഥം. ഈ കഞ്ചാവ് ഓളി നിൽക്കുമ്പോൾ കഞ്ചാവാണ് ഉദ്ദേശിക്കുന്നത്. കഞ്ചാവിനെ മാതാവായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാർ കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ മതസംഘടനയിലെ നേതാക്കൾ ഒരു ദിവസത്തെ കേസ് രജിസ്ട്രേഷൻ എടുത്ത് നോക്കുക. ആരുടെ മതത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതെന്ന്, എന്ത് കേസിനാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് അന്നേരം മനസ്സിലാകും കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന്. അങ്ങനെയുള്ളവരാണ് ശശികല ടീച്ചർ മാപ്പ് വരണമെന്ന് പറയുന്നത്. കഞ്ചാവ് ഓളി എന്ന് വിളിച്ചത്, അമ്മയെ തെറി വിളിച്ചത്രേ. പിന്നെ നിങ്ങൾ എത്ര തന്നെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവായ ശശികല ടീച്ചറെ വിഷകല എന്ന് വിളിച്ചു കഴിഞ്ഞാലും അവർ പറയുന്നത് 100% ശരിയാണ്. പാലക്കാട് പട്ടികജാതി പട്ടികവർഗ ക്ഷേമവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിക്ക് പണം ചിലവാക്കുന്നത്
സർക്കാർ ഖജനാവിൽ നിന്നല്ല, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ ബോർഡിൽ നിന്നാണ് പൈസ ഈടാക്കുന്നത് അല്ലെങ്കിൽ പൈസ ചെലവഴിക്കുന്നത്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ സാധാരണക്കാരായ ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരനോ അല്ലെങ്കിൽ പട്ടികവർഗക്കാരനോ എന്ത് ഗുണമാണ് ഉണ്ടായതെന്ന് ശശികല ടീച്ചർ ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ എന്താണ് തെറ്റ്? അവിടെ എവിടെയാണ് നിങ്ങൾ വിഷം കലർത്തിയതായിട്ട് കണ്ടത്? സ്വന്തം കലയിൽ വിഷം കലർത്തി സമൂഹത്തിൽ ജാതീയമായ ഭിന്നിപ്പുണ്ടാക്കി കുത്തിത്തെരിപ്പുണ്ടാക്കി പാട്ടുപാടി നടക്കുന്ന, സമൂഹത്തിൽ അസമത്വം സൃഷ്ടിക്കുന്ന, കലാപം സൃഷ്ടിക്കുന്ന വേടനെ പോലെയുള്ള ആൾക്കാരല്ലേ കലയിൽ വിഷം കലർത്തുന്നത്? അല്ലാതെ ശശികല ടീച്ചറുടെ വാക്കുകളിലാണോ? ഈ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിൽ നിന്ന് ലക്ഷങ്ങൾ എടുത്തുകൊണ്ട് ജാതിയുടെ പെരുമാറി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗായകനെ കൊണ്ട് സ്റ്റേജിൽ പാടിപ്പിച്ചതിൽ പട്ടികജാതിക്കാർക്കോ പട്ടികവർഗക്കാർക്കോ എന്തെങ്കിലും ഗുണമോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ശശികല ടീച്ചർ ചോദിക്കുന്നത്. ഈ ഒരു സംഗീതം കൊണ്ട്, ഈ റാപ്പർ ഗായകന്റെ സംഗീതം കൊണ്ട് സമൂഹത്തിൽ, അതായത് പട്ടികജാതിക്കാർക്കോ പട്ടികവർഗക്കാർക്കോ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിൽ ശശികല ടീച്ചർ എവിടെയാണ് വിഷം കലർത്തിയത്? അവർ കാര്യമല്ല ചോദിച്ചത്. സാധാരണക്കാർക്ക് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു പരിപാടി കൊണ്ട്? ലക്ഷങ്ങൾ പണം മുടക്കി പട്ടികജാതിക്കാരുടെയും അതുപോലെ തന്നെ പട്ടികവർഗക്കാരുടെയും പേരിൽ ഒരു പരിപാടി നടത്തുമ്പോൾ അട്ടപ്പാടി പോലുള്ള ആദിവാസി ഊരുകളിൽ അടിസ്ഥാന സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സാധാരണ ജീവിതങ്ങൾ അവിടെയുണ്ട്, സാധാരണക്കാരുണ്ട്. അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു പരിപാടി അവതരിപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തിയാൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ ചോദിച്ചതാണോ ശശികല ടീച്ചർ സമൂഹത്തിൽ വിഷം കലർത്തി എന്ന് പറയുന്നത്? ഇതിലെവിടെയാണ് ശശികല ടീച്ചർ പറഞ്ഞ് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ലക്ഷങ്ങൾ മുടക്കി വേടന്റെ പാട്ട് പാടിക്കുന്നതിനേക്കാൾ ഭേദം പട്ടികജാതിക്കാരുടെയോ പട്ടികവർഗക്കാരുടെയോ തനതായ പാരമ്പര്യമായ കലാരൂപം അവിടെ അവതരിപ്പിക്കുകയും അത്രയും തുക അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിച്ചുകൂടെ എന്ന് ചോദിച്ചതാണോ ശശികല ടീച്ചർ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ പറഞ്ഞ തെറ്റ്? പട്ടികജാതി ക്ഷേമ വകുപ്പിൽ നിന്ന് പൈസ എടുത്ത് കൊണ്ടാടിയ പരിപാടിയിൽ ആ പണം അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടില്ലേ? അവരെയും കൂടി ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതല്ലേ ചോദിച്ചത്? ഇതിലെന്താണ് തെറ്റ്? പിന്നെ റാപ്പർ എന്ന ഗായകൻ, റാപ്പർ എന്ന വേടൻ മറിഞ്ഞിരിക്കുന്ന ക്ഷുദ്രജീവികളുടെ വെറും ഒരു ടൂൾ മാത്രമാണ്. അവർ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, അതായത് ജാതിയുടെ പേരും പറഞ്ഞ് ഹിന്ദുക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേടനെ നന്നായി ഉപയോഗിക്കുന്നു. അതിനിടയിൽ ഇടതുപക്ഷവും തന്നാലാവുന്നത് ചെയ്യുന്നുണ്ട്. ഇതാണ് ശശികല ടീച്ചർ പറഞ്ഞത്. ഇതേ ചോദ്യം തന്നെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്. അതിലെവിടെയാണ് ശശികല ടീച്ചർ വിഷം ചീറ്റിയത്? ബേഡൻ, റാപ്പർ ബേഡൻ വെറും ഒരു ഗായകൻ മാത്രമാണ് എങ്കിൽ ആ പാട്ട് ഞങ്ങളും കൂടി ആസ്വദിക്കും. അതല്ല വർഷങ്ങൾക്ക് മുന്നേ നടന്ന ജാതീയമായ തരംതിരിവിനെ ചൊല്ലി ഈ 21ാം നൂറ്റാണ്ടിലും തൻ്റെ പാട്ടിലൂടെ വിളിച്ചു പറഞ്ഞു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് എങ്കിൽ, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നടന്നാൽ ഞങ്ങൾ അതിന് ശക്തമായിട്ട് എതിർക്കും. അങ്ങനെ വേണ്ടേ? എല്ലാവരും മറന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിലും നമ്മളെല്ലാവരും ഒന്നായിട്ട് ജീവിച്ചു പോകുന്ന ഈ പൊതുസമൂഹത്തിൽ പണ്ടെങ്ങോ നടന്ന ജാതിയുടെ പേരും പറഞ്ഞ് കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നത് നമുക്കാർക്കും അത് ഭൂഷണം ചെയ്യില്ല. നിന്റെ പാട്ടിൽ രാഷ്ട്രീയം കലർത്തിയാണ് നീ പാടുന്നതെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും. അത് രാഷ്ട്രീയപരമായി തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യണം. രാഷ്ട്രീയപരമായിട്ടല്ലാതെ ജാതീയപരമായിട്ടാണ് നീ സമൂഹത്തിൽ കുത്തിരിപ്പുണ്ടാക്കുന്നതെങ്കിൽ അതിന് പ്രതികരണം ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ ഞാൻ ദളിതനാണ്, എൻ്റെ തൊലിയുടെ നിറം കറുപ്പാണ്, അതുകൊണ്ടാണ് എനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് കരയാൻ വേണ്ടി പാടില്ല. പിന്നെ റാപ്പർ ഗായകൻ ഇസ്രയേലിന് നേരെ കണ്ണടച്ചുകൊണ്ട് പാലസ്തീനു വേണ്ടി കരയുമ്പോൾ, ചൈനയിലെ ചെങ്കൊടിക്ക് കീഴിൽ ഖുറാൻ കത്തി എരിയുമ്പോൾ, അതുപോലെ തന്നെ ആമസോണിലെ കാടുകൾ കത്തി എരിയുമ്പോൾ, കൊറിയക്ക് നീ കുറിക്ക് കൊടുക്കുമ്പോൾ, ഒരു മതത്തിന് വേണ്ടി മാത്രം നിന്റെ സഹതാപത്തിൻ്റെ ചവറുകൾ കത്തിക്കുമ്പോൾ, കാശ്മീരിലെ പണ്ഡിറ്റും ഗോദ്രയും മാറാടും തലശ്ശേരി കലാപവും തൂവൂർ കിണറും ഒക്കെ ഞങ്ങളും മറക്കാതെ പറയും. നീ നിന്റെ കലയിൽ വിഷം കലർത്തി സമൂഹത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമ്പോൾ, ഒന്നായി നിൽക്കുന്ന, ഒന്നായി പോകുന്ന, ഒന്നായി ജീവിക്കുന്ന സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയേണ്ടത് ഓരോ ഭാരതീയൻ്റെയും കടമയാണ്, ഉത്തരവാദിത്തമാണ്. ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി സമൂഹത്തിൽ അസമത്വം സൃഷ്ടിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ വിദ്വേഷപരമായ പാട്ടുകൾ പാടി അവരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുമ്പോൾ നിന്നെ ഞങ്ങൾ തടഞ്ഞുകൊണ്ടേയിരിക്കും, നിന്നെ എതിർത്തുകൊണ്ടേയിരിക്കും. നിന്നെ എതിർത്തിട്ട് ഞങ്ങൾ വർഗീയവാദിയാണ് എന്ന് പറയുന്നു എങ്കിൽ അഭിമാനത്തോടെ ഞാൻ പറയും,
ഞാൻ വർഗീയവാദിയാണ്. കാരണം ഈ സമൂഹത്തിൽ നീ മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. നിന്നിലെ കലയിലെ വിഷം കേരള സമൂഹത്തെ എത്രമാത്രം ദംശിക്കുമെന്ന് കണ്ടറിയാം. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്.